സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വന്നതാണ്. നല്ല സെയിലിനായിട്ട് 2 പ്രോപ്പർട്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ, സെന്റ്, ഇത് എത്ര ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം, ഇതെല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല എലിവേഷനിലും കളർ കോമ്പിനേഷനിലും ഒരുക്കിയിരിക്കുന്ന കിഡിലൻ എലിവേഷനിലും ഒരുക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി പുതിയ അദാനി ഗ്രൂപ്പിന്റെ പുതിയ പ്രൊജക്ട് വരുന്നുണ്ടല്ലോ, അതിന്റെയൊക്കെ തൊട്ടടുത്തായിട്ട്, അതുപോലെ തന്നെ കിൻഫ്രയുടെ തൊട്ടടുത്തായിട്ട്, ന്യൂ ആർട്സ് ലോ കോളേജിന്റെ തൊട്ടടുത്തായിട്ട്, അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന കിഡിലൻ ഒരു പ്രോപ്പർട്ടി. അത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു ലൊക്കേഷനിൽ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ഉള്ളത്. ഇതിൽ 2 വില്ലകളാണ് നമുക്ക് വിൽക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ നമുക്ക് 5 മീറ്ററോളം വരുന്ന വൈഡ് റോഡ്, ഇന്റേണൽ റോഡ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന കളർ കോമ്പിനേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ എലിവേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് CNC കട്ടിങ്ങോട് കൂടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ ഈ ഒരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യട്ടെ. 2 വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ വടക്ക് കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിണറിന്റെ സൗകര്യം വരുന്നത് ഈ ഒരു ഭാഗത്താണ്, വടക്ക് കിഴക്കോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഡോറ് വരുന്നത് വടക്കോട്ടാണ്. അതുപോലെ എലിവേഷൻ വരുന്നത് കിഴക്കോട്ട്. അങ്ങനെയാണ് ഈ ഒരു വീടിന്റെ എലിവേഷൻ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. കിണർ സൗകര്യമുണ്ട്. അതുപോലെ കിണർ നമ്മൾ കണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും വളരെ മനോഹരമായി തന്നെ കടുപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കിടക്കണ്ടേ? വാ, കയറി വാ. അപ്പൊ കയറി വരുമ്പോ തന്നെ ഒരു ചെറിയ പാസേജ് പോലെ ഒരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് മഹാഗണിയിലാണ്. നല്ല മനോഹരമായ രീതിയിലാണ് ആ ഒരു ഡോറും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോ ലിവിംഗ് ഏരിയ, അതും ഡബിൾ ഹൈറ്റിലാണ്. ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ ആ ഒരു ലിവിംഗ് ഏരിയ തന്നെ വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. അതുപോലെ സീലിംഗ് വർക്ക് ആണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെറിയ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു വിൻഡോ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഫിക്സ്ഡ് ഗ്ലാസ് ആണ് മേളിൽ വരുന്നത്. ഈ ഒരു ഭാഗത്തും വൈഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ഭാഗത്തും നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ വളരെ മനോഹരമായി തന്നെ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മള് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള 7-8ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ഫാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സീലിംഗ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതും ചെയ്തിട്ടുണ്ട്. അതുപോലെ 24 hours CCTV സർവൈലൻസിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ നമുക്ക് വരുന്നത് 4700 ഉണ്ട് സ്ഥലം. അങ്ങനെ 4700 ഉണ്ട് സ്ഥലം. അതുപോലെ 2550ഓളം സ്ക്വയർ ഫീറ്റിലാണ് ഒരുക്കിയിട്ടുള്ളത്. എവിടെയായിട്ടാണ് വാഷ് ബേസിന്റെ ഒരു കൗണ്ടർ വരുന്നത്. ആ ഒരു ഏരിയ വരുന്നത് നല്ല മനോഹരമായി തന്നെ ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ്, ആ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നല്ല മനോഹരമായി തന്നെ ആ ഒരു വാഷ് ബേസിൻ കൗണ്ടർ ആ ഒരു ഏരിയ വരുന്നത് ജാഗ്വറിന്റെ ആണ്. അതുപോലെ മൊത്തം നല്ല ഭംഗിയിൽ തന്നെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാളിലാണെങ്കിലും മൈക്ക ലാമിനേഷനിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഭാഗം ഈ ഒരു കൗണ്ടർ തന്നെ വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ നോക്കി ചുറ്റിനും പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിലിണ്ടർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ, ഈ ഒരു ഡൈനിങ് ഏരിയ തന്നെ വളരെ ഭംഗി കൂട്ടിയിട്ടുണ്ട്. പിന്നെ മോഡുലർ കിച്ചൺ ആണ് വരുന്നത്. താഴെ 2 ബെഡ്റൂം ഉണ്ട്. അപ്പം കിച്ചണിലേക്ക് തന്നെ നമുക്കൊന്ന് കടക്കാം. വാ, കിച്ചണിലേക്ക് കിടക്കുമ്പോ
നമുക്കൊരു എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോബിന്റെ സ്ഥാനം വരുന്നത് ഇവിടെയായിട്ടാണ്. അതുപോലെ ഇവിടെ സിങ്കിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ വർക്ക് ഏരിയ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. അതിലും നമുക്ക് അത്യാവശ്യം ഷെൽഫുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ വർക്ക് ഏരിയ ഏരിയയും നമുക്ക് അവൈലബിൾ ആണ്. വർക്ക് ഏരിയ ഒരു സ്പേസ് ആണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ആ മെയിൻ കിച്ചണിലേക്ക് കിടക്കാതെ തന്നെ ഇവിടെ തന്നെ എല്ലാ രീതിയിലും പെരുമാറാവുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ വേണ്ട, ഇവിടെയും ഹോബും കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലും നമുക്ക് അത്യാവശ്യം 1.5 മീറ്ററോളം വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 സെന്റ് 4,700 ഉണ്ട് സ്ഥലം. അതുപോലെ 2,550 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതിലുപരി നമുക്ക് ആ ഒരു സ്പേസ് കൂടാതെ തന്നെ ഇവിടെയും ഡോറ് തുറന്നു കഴിഞ്ഞാൽ അത് ഇവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് നമുക്ക് ഏകദേശം 2 മീറ്ററോളം നമുക്ക് ഈ ഒരു ഭാഗത്തും സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് തന്നെ കിടക്കാം അല്ലെ. വാ, കയറി വാ. ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. അപ്പൊ 3 ഫേസ് കണക്ഷൻ ഒക്കെ ആണ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ്. അതുപോലെ തന്നെ വേണ്ട വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം. അതുപോലെ വാൾഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയൊരു വിൻഡോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സീലിംഗ് ഫാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ്. ഒരു ചെറിയ ബാത്റൂമാണ്. ഒരുപാട് വലിയ ബാത്റൂം ഒന്നുമല്ല, ചെറിയ ബാത്റൂമാണ്. എങ്കിലും നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് ജാഗ്വറിന്റെ വരുന്നുണ്ട്. അതുപോലെ സെറയുടെ വരുന്നുണ്ട്. കൺസീലോട് കൂടിയിട്ടുള്ള ക്ലോസറ്റ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ടൈപ്പ് ടൈലുകൾ വാളിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല മനോഹരമായി തന്നെ ആ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കേട്ടാ, ഇതും വലിയ ബെഡ്റൂമാണ്. മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്പേസ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട്. വാർഡ്രോബ്സ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ നല്ല സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. സീലിംഗ് ഒന്ന് കാണിച്ച്, സീലിംഗ് വർക്ക് ആണെങ്കിൽ വളരെ മറ്റുള്ള ആ ഒരു സീലിംഗ് വർക്കിനെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ 2 ഒറ്റപ്പാളികളുള്ള വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ആണ്. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള. പക്ഷെ ഈ ഒരു ബാത്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ വീടുകൾക്കും ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൺസീൽഡോട് കൂടിയിട്ടുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ നല്ല സെറയോട് കൂടിയിട്ടുള്ള കമ്പനിയുടെ തന്നെയാണ്. അതുപോലെ സീലിംഗ് ആണെങ്കിലും വളരെ മനോഹരമായി തന്നെ ഷവർ ഈ ഒരു ഭാഗത്ത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മൊത്തം ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജാഗ്വറിന്റെ ഒരു വാഷ് ബേസിൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് 2 ബെഡ്റൂമും കണ്ട് ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മേളിലെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ കിടക്കാം. പിന്നെ സ്റ്റെയറിലാണെങ്കിൽ നമുക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലാണ്. ടഫ്ലൻഡ് ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഡിങ്ങിൽ മൊത്തം പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഇനി നമുക്ക് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ കണ്ടാ, ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു ഏരിയയിലും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് TV യൂണിറ്റ് തന്നെ ഒരുക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്, വൈറ്റ് വിൻഡോ വരുന്നുണ്ട്. അതുപോലെ മേളിലും 2 ബെഡ്റൂം ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ആ താഴെ നമ്മൾ കണ്ട ആ ഒരു ബെഡ്റൂമിന്റെ അതേ സ്പേസിലുള്ള ബെഡ്റൂം കൂടിയാണ്. അതുപോലെ വാൾഡ്രോബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതും താഴത്തെ പോലെ തന്നെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കത് എവിടെയായിട്ടാണ് ഒരു സ്റ്റഡി റൂം. ഓക്കെ, യൂട്ടിലിറ്റി ഏരിയയിൽ ഇത് സ്റ്റഡി റൂമാണ്. കണ്ടാ, നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനോ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും സീലിംഗ് വർക്കൊക്കെ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ ഇവിടെയായിട്ട് വൈഡ് വിൻഡോ വരുന്നുണ്ട്. ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള
ഒരു ബെഡ്റൂം കൂടിയാണ്. അപ്പൊ 4 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ലെഗ്രാൻഡിന്റെ ആണ് സ്വിച്ച് വരുന്നത്. പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലോസി ടൈപ്പ് ടൈലുകൾ തന്നെയാണ്, ഡബിൾ ഹൈറ്റിലാണ്. പക്ഷെ ഇവിടെയാണ് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഏരിയ നല്ല മനോഹരമായി തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്ക് അത് ലാസ്റ്റ് കാണാം. അപ്പൊ ഈ ഒരു ബാൽക്കണി, അപ്പൊ ഇനി ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി എന്ന് പറയുമ്പോ ഒരുപാട് സ്പേസ് നമുക്ക് ഇതിന്റെ ബാൽക്കണി ഇതിന്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. പിന്നെ വളരെയധികം ഫ്രണ്ടിൽ നിന്നുള്ള എലിവേഷനെ വ്യത്യസ്തമാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല റെസിഡൻഷ്യൽ ഏരിയ കണ്ടാ. ഇന്റേണൽ റോഡാണെങ്കിൽ നമുക്ക് ഏകദേശം 5 മീറ്ററോളം വരുന്നുണ്ട്. അപ്പൊ ഇത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു ബാൽക്കണിയിലും കിട്ടുന്നുണ്ട്. ഇതിന്റെ അപ്പർ ലിവിംഗ് ഏരിയ കൂടാതെ തന്നെ, ഈ ഒരു ഏരിയ കൂടാതെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു ഫ്ലോർ കൂടെ ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് നല്ലൊരു സ്റ്റോറേജ് നല്ല രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബിൽഡർ. ഈ ഒരു ഏരിയ ഇതുപോലെ ഒന്നും ആരും തിരിച്ച് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതിലേക്ക് കയറുമ്പോൾ ഇവിടെയും ഹാങ്ങിങ് ലൈറ്റുകൾ എടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് അയൺ ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം, അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു ചുരുങ്ങിയ സ്ഥലമാണെങ്കിലും അത് നല്ല രീതിയിൽ ഇതിന്റെ ഈ ഒരു വില്ല ഓണർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥലം പോലും നമുക്ക് വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റോറേജ് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് വൈകിട്ട് എന്തെങ്കിലും ഒരു ജിമ്മ് രീതിയിൽ സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്കൊരു ക്യാരം ബോർഡൊക്കെ വെച്ച് നമുക്ക് കളിക്കാനുള്ള സൗകര്യം ചെയ്യാം. എങ്ങനെയായാലും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ സെറാമിക് ഓടാണ് ചെയ്തിട്ടുള്ളത്, ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള നല്ല രീതിയിൽ കാറ്റ് കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഏരിയ അങ്ങനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലുപരിണ്ടല്ല ഈ ഒരു അലക്കി വിരിച്ചിടാനുള്ള സൗകര്യം, അത് പല വീടുകൾക്കും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിന് ആ ഒരു സൗകര്യം കൂടെ നമുക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് കണ്ട ഇത്ര സ്പേസ് നമുക്ക് അലക്കി വിരിച്ചിടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ട എന്തോരം സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് നോക്കി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ അവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ മേളിലേക്ക്, അതായത് ആ ടാങ്ക് ഇരിക്കുന്ന ഏരിയയിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂമും വലിയൊരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഇവിടെ അലക്കാനും എങ്ങനെ വേണമെങ്കിലും ഉള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ഭംഗിയിൽ ആ ഒരു ചുരുങ്ങിയ സ്ഥലം പോലും അതിന്റെ ഓണർ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി. ഇതിന്റെ 4,700 സ്ഥലം, അതുപോലെ 2,550 സ്ക്വയർ ഫീറ്റ്. 4,700 2,550 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ, ഓഫീസ് സ്പേസ്, എങ്ങനെ വേണമെങ്കിലും ഉള്ള രീതിയിൽ സൗകര്യം ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 1,47,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള വീട് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചോ. നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തേക്ക്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ കിൻഫ്രക്കൊക്കെ തൊട്ടടുത്താണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് 1,47,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.